ടോപ്പ് ഫ്ലൈ ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ T20 മത്സരത്തിൽ വിജയത്തോടെ ഗംഭീർ സൂര്യ യുഗത്തിന് തുടക്കം. 43 റൺസിനാണ് ആദ്യ വിജയം. ഗംഭീരമായ തിരിച്ചുവരവരോടെയാണ് ഈ വിജയം സ്വന്തമാക്കിയത്. ഹർദിക് പാണ്ഡ്യയെ മാറ്റി സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റനാക്കിയ ആദ്യ മത്സരം എന്ന നിലയിൽ സമ്മർദ്ദഘട്ടത്തിലും മികച്ച ക്യാപ്റ്റൻസിയാണ് സൂര്യകുമാർ യാദവ് പുറത്തെടുത്തത്. ഒരു ഘട്ടത്തിൽ 36 പന്തിൽ 74 റൺസ് എടുക്കണമായിരുന്നു. 9 വിക്കറ്റ് ബാക്കിയുണ്ടായിരുന്നു. ഇങ്ങനെ നിന്ന ശ്രീലങ്കയാണ് ഇന്ത്യ തകർത്തെടുത്തത്. അവസാന 4 ഓവറിൽ സ്പിന്നർമാരെ കൊണ്ടുവന്ന് ഓൾ ഔട്ട് ആക്കുകയായിരുന്നു. പേസർമാരെ അനായാസം ലങ്കൻ ബാറ്റ്സ്മാൻമാർ കൈകാര്യം ചെയ്യുന്നത് മനസ്സിലാക്കിയ താരം തൻ്റെ തന്ത്രം മാറ്റുകയായിരുന്നു. ഇതാണ് വിജയ വഴിയിലേക്ക് നയിച്ചത്. പിന്നീടുള്ള 30 റൺസിനിടെയാണ് 9 വിക്കറ്റുകൾ കൈവിട്ടത്. അങ്ങനെ 107 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. മലയാളി താരം സഞ്ജു സാംസൺ ബെഞ്ചിലിരുന്നപ്പോൾ ഋഷഭ് പന്തിനാണ് അവസരം ലഭിച്ചത്. ഭാഗ്യത്തിന്റെ കൂടുതൽ കൊണ്ടാണ് ഋഷഭ് പന്ത് 49 റൺസിലെത്തിയത്. കൂടാതെ സൂര്യകുമാർ യാദവിന്റെ മികച്ച 50യും ജയ്സ്വാളിന്റെയും ഗില്ലിന്റെയും മികച്ച പ്രകടനവുമാണ് 213 റൺസിലെത്തിച്ചത്. ഡെത്ത് ഓവറിൽ റിയാൻ പരാഗിനെ പരീക്ഷിച്ച താരം 3 വിക്കറ്റാണ് തന്റെ പേരിൽ കുറിച്ചത്. ബാറ്റിംഗിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ താരത്തിന് സാധിച്ചില്ലെങ്കിലും ബോളിംഗിൽ ആ ക്ഷീണം തീർത്തിരിക്കുകയാണ്. ക്യാപ്റ്റൻ തന്നിൽ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കുകയാണ് താരം ചെയ്തത്. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.